അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇന്നെന്ത് വെള്ളിയാഴ്ച അല്ലേ? ജുമാ കഴിഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ചെറിയൊരു കഥ. ഈജിപ്തില് മിസ്രില് പണ്ട് കാലത്ത് ഒരു വിധവ ഉണ്ടായിരുന്നു, വിധവ സ്ത്രീ. അവൾക്ക് ഭയങ്കര സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിയാതിരിക്കാൻ കാരണം ഉമ്മ, ഈ വിധവ പറഞ്ഞിരുന്നു, എൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ 50,000 റിയാല് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ ആ സമയത്ത് അവളുടെ നാട്ടിലെ ആൾക്ക് അത്ര കാശില്ല. അതിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ നാട്ടിൽ. അവൻക്ക് ഇവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവളെ കല്യാണം കഴിച്ചേ പറ്റും എന്നുള്ളൊരു ബോധ്യം വന്നു. അങ്ങനെ അവനെന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി പിന്നെ ഒരു 30,000 ദിനാറുണ്ടാക്കി. എന്നെ 20 കൂടി ആക്കുമ്പോഴേക്ക് വയസ്സാവും എന്ന് തോന്നിയിട്ട് ഇവൻ എന്താക്കി വെച്ചാൽ ആ 30,000 എടുത്തിട്ട് അവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തിട്ട് അവന് പറഞ്ഞു, ഉപ്പാ എനിക്ക് ആ സുന്ദരിനെ എനിക്ക് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചേ പറ്റും. അതിനെന്തിനാ ഉപ്പ മോനോട് പറഞ്ഞത്? അതിനെന്താ, അല്ല 50,000 ദിർഹംസ് ഇല്ലാതെ കഴിച്ചു കൊടുക്കില്ല എന്ന ഉമ്മാന്റെ നിബന്ധന. അതുകൊണ്ട് അത് പ്രശ്നമില്ല, അത് ഞാൻ ശരിയാക്കി. ഇതിലും എത്രയുണ്ട്? അവന് 30,000 ഉണ്ട്. ഇങ്ങോട്ട് പോവാ, ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഇവനക്ക് വിശ്വാസമാകുന്നില്ല. എന്നെ വിശ്വസിച്ചു, ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാവും മോനും ആ വീട്ടിലേക്ക് പോയി. ഈ വിധവനെ കണ്ടു. ഇതിനെ കണ്ടിട്ട് ഉപ്പ മോളോട് പറയുന്ന, എൻ്റെ മോനിക്ക് നിന്റെ മോളെ ഇഷ്ടമാണ്. അല്ല, പറയുന്നതെന്താ വെച്ചാല്, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നീ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു തീർന്നതിന് ശേഷം മാത്രമേ നീ വായി തുറക്കാൻ പാടുള്ളൂ. ശരി, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എൻ്റെ മോനിക്ക് നിന്റെ മോളെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ നിന്റെ മോളെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എൻ്റെ മോൻ്റെ അടുത്ത് 30,000 മാത്രമേ, അല്ല, എൻ്റെ മോൻ്റെ അടുത്ത് 10,000 ദിനാറ് മാത്രമേ ഉള്ളൂ. എൻ്റെ മോൻ്റെ അടുത്ത് 10,000 ദിനാറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞത് 50 ഇല്ലാണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു തീരുന്നതിൻ്റെ ശേഷം മാത്രമേ നീ വായി തുറക്കാൻ പാടുള്ളൂ എന്ന്. ഓക്കെ, പറയും. എൻ്റെ മോൻ്റെ അടുത്ത് 10,000 ദിനാറ്, നിന്റെ മോളെ എൻ്റെ മോനിക്ക് കെട്ടിക്കൊടുക്കണം. 10,000 ദിർഹംസ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. 10,000 ദിർഹംസ് ഞാൻ തരാം, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഈ പെണ്ണുങ്ങളാകെ മുഖമൊക്കെ മാറിയിട്ടായിട്ട് സന്തോഷമായി. ഓക്കെ, ശരി, ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ മോന് ചെറിയ സംശയം, എന്തിനാ 30,000 കൊടുത്തിന് 10,000 മോൾക്കെന്നും പറഞ്ഞ് 10,000 ഉപ്പ ആ ഉമ്മാനെ കെട്ടാൻ വേണ്ടിട്ട് 10,000 കൊടുക്കാന്നും പറഞ്ഞ്. അപ്പൊ ഇനിയും 10,000 വേണമല്ലോ. പിന്നെ ഉപ്പാട് ചോദിക്കുമ്പം അത് ഇവിടെ ഇപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കാണ്ടിരിക്കലെങ്ങനെ? അങ്ങനെ ധൈര്യത്തോടെ ഉപ്പ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞ്, എന്താണ്? അല്ല, 10 എനിക്കും വേണ്ടിട്ട് കൊടുത്ത്, 10 അവളെ ഉമ്മാനെ കെട്ടാൻ വേണ്ടിട്ട് ഉപ്പ കൊടുത്ത്, ബാക്കിയുള്ള 10,000 ഇവിടെ പോയി? ഉപ്പ പറയുന്നത്, അല്ലാ, എനിക്ക് നിന്റെ ഉപ്പാനെ ജീവനോടെ കാണണ്ടേ? ബാക്കിയുള്ള 10,000 നിന്റെ ഉമ്മാനെ സമ്മതിക്കാൻ വേണ്ടിട്ട് 10,000 ഒരു മാല വാങ്ങിയിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് പറയുന്നത്? എന്ത് സംഗതി ഇപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയാൽ എന്ത് സംഭവം എവിടെയും എപ്പോഴും നടക്കും. ഒരു തമാശ കഥയാന്നിട്ടാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.